ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്ത ഒരു മാറ്ററിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതും അതേക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിനെ കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇതൊന്ന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നതിന് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ ഈ ഹെയർ ആക്സസറീസിൻ്റെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് കാര്യം നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് വിചാരിച്ചു. അതൊരു സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിന്ന് വരില്ല. എനിക്കിതിനോട് നല്ല പാഷൻ ഉണ്ടായിരുന്നു. നല്ല ഓക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണിത്. അത് പാതി വഴിയിൽ നിർത്താമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ഓപ്ഷനും മുന്നിലില്ല എന്നത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാര്യം നിർത്തി ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല, പകരം വേറെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മളൊരിക്കലും പിന്മാറരുതല്ലോ ഒന്നിൽ നിന്നും. കാരണം നിങ്ങളടുത്തും ഞാൻ ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ ആൾ പെട്ടെന്ന് ഇതുപോലെ പിന്മാറാമെന്ന് പറയുമ്പോൾ നിങ്ങളായാലും ചിന്തിച്ചു പോകുമല്ലോ എന്ത് കാരണം കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മളുടെ ഒന്നും ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്കത് സത്യമായിട്ടും സ്റ്റോക്ക് ഇറക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയില്ല. ഒരു 5-6 മാസത്തോളമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ചാനലാണെങ്കിലും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയില്ല. അതൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റൂല, ഇരുന്നാൽ ആ ഇരുത്തം തന്നെ ആവുള്ളൂ എന്നുള്ള മൈൻഡിൽ വന്നതുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് ഒന്നിൽ പരിശ്രമിച്ചിട്ട് വിജയം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. നമ്മൾ മറ്റൊന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾ ആരെങ്കിലും ഈ ഹെയർ ആക്സസറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ വിലയിരുത്തിയോ ഞാൻ ഈ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വിലയിരുത്തിയോ ഒരിക്കലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഞാൻ ഇതിൽ ശ്രദ്ധ കൊടുക്കാത്തതിൻ്റെ പേരിൽ വന്ന നഷ്ടമാണ് എനിക്ക്. പക്ഷെ അതുപോലെ ആവരുത് നിങ്ങൾക്ക്. നിങ്ങളിതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതെന്നല്ല, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് 0 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ആരുടെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ആരുടെ നമ്മൾ ഫസ്റ്റ് ടൈം ഷെയർ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് ഇപ്പോൾ 2K ഫോളോവേഴ്സാണുള്ളത്. ഈ 2K ഫോളോവേഴ്സും ഒരിക്കലും ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളല്ല, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടവരുണ്ട്, കണ്ടിന്യൂ ആയിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഞാൻ ഇതിന്ന് പിന്മാറി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ഇതൊന്ന് പിന്മാറരുത്. നിങ്ങളാൽ കഴിയുന്ന എഫേർട്ട് എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇതിന്ന് പിന്മാറിയാൽ പോലും വേറൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. കാരണം ഇതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കണ്ടീഷൻ വന്നത് കാരണം ഞാൻ വേറൊന്ന് ചൂസ് ചെയ്യുന്നത്. ഒന്നാമത് നമ്മൾ ഗേൾസിനെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഓൺ ബ്രാൻഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നത്. എന്നെപ്പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക. ഞാനും ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മോശമായ ഒരവസ്ഥയാണ്. ഏറ്റവും ഉദാഹരണത്തിന് പറയാം, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ വീടായാലും നമ്മളുടെ കുടുംബമായാലും എന്ത് കാര്യങ്ങളും. അതിൽ പെട്ടൊരു കാര്യമാണ് എന്നെ ഇവിടെ കൈവിട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ ഫിനാൻഷ്യലി നമ്മൾ
സ്റ്റേബിൾ അല്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിടിച്ച് നിന്നേ മതിയാവും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനത്തിന് അത്രയും സ്ട്രോങ്ങും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഇനിയും ഇതിൽ കൂടുതൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി വരുന്ന ദിവസങ്ങൾ പുതിയ സംരംഭത്തിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ആയിരിക്കും. അപ്പോൾ ഇനി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്യുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവാമല്ലോ. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.